ഹായ് കൂട്ടുകാരെ, മാധുമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഓണമാണ്. ഓണത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമാണ് അല്ലേ? ഓണം എന്ന് പറയുമ്പോൾ ഒരു ഫുഡിൻ്റെ തന്നെ നല്ലൊരു ജോയിൻ്റാണ് നമ്മുടെ ഈ ഒരു ഓണം വരുന്നത്. അപ്പം ഓണത്തിന് നമ്മൾ കൂടുതലും എന്താണ് ചേർക്കുന്നത്? എണ്ണ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പം എണ്ണ ഉണ്ടാകുമ്പോൾ ശുദ്ധമായ എണ്ണ വേണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന എല്ലാം ശുദ്ധമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുവന്നത്. AV പ്രൊഡക്റ്റ് അത് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മുടെ വേറെ ഒരിടത്തുമല്ല, നമ്മുടെ കട്ടപ്പന തന്നെ, നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ 20 ഏക്കർ വള്ളക്കടവ് ടാങ്കുപടി റോഡിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഈ കർഷകരിൽ നിന്ന് നേരിട്ട് നാളികേരം വാങ്ങി അത് നല്ല ഡ്രയറിലിട്ടിട്ട് ഹൈജീനിക് ആയിട്ടുള്ള ഡ്രയറിലിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? ഹെൽത്തിൽ ഏറ്റവും നമ്മളെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? നേഴ്സ്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആശുപത്രിയിലാണ് ചെല്ലുന്നത്. ശരിക്കും നമ്മുടെ വീട്ടുകാരൊന്നും അല്ല നമ്മളുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നത്. അതെല്ലാം മനസ്സിലാക്കുന്നത് ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ. അപ്പം അങ്ങനെയുള്ള ഒരാള് നമ്മുടെ ഹെൽത്തിന് വേണ്ടി നല്ലൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ഇടുക്കിക്കാർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനും അഭിമാനം കൊള്ളാനുമുള്ള ഒരാളെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് സൂപ്രണ്ട് ആയിരുന്ന നമ്മുടെ മിനി ചേച്ചിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായതാണ് നമ്മുടെ മിനി ചേച്ചി. ബാക്കി കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് മിനി ചേച്ചിയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് നമുക്കറിയേണ്ടത് ഇതിലേക്കുള്ള ഒരു പ്രചോദനം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് മായം കലരാത്ത നല്ല വെളിച്ചെണ്ണ, ഇത് നമുക്ക് അങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അപ്പൊ ഇതെങ്ങനെയാണ് ചേച്ചിക്ക് ആദ്യം തന്നെ ഇത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വിപണിയിൽ കൊണ്ടുവരണം, ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണമെന്ന് വിചാരിക്കാനുള്ള അതിന്റെ ഒരു ചേതോവിഹാരം, നമുക്ക് ആ ഒരു ഫീലിങ്സ് അതെങ്ങനെയാണ് ഉണ്ടായെന്നൊന്ന് പറയാമോ? നാം ഇങ്ങനെ ഒരു കാര്യത്തിൽ നാം കഴിക്കുന്ന ആഹാരമാകട്ടെ നമ്മുടെ ആരോഗ്യം എന്നുള്ള കൺസെപ്റ്റ്, ആ ഒരു ഇതിലാണ് ഞാൻ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ദീർഘകാലത്തെ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് വെളിച്ചെണ്ണയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഇതിനെ പഠിച്ച് ട്രെയിനിങ് എടുത്തു. അപ്പം ഞാനൊരു സപ്പോർട്ടീവ് ആള് മാത്രമാണ്. എന്റെ മകനാണ് ഇതിന്റെ എല്ലാം മകനാണ് ഇതിന്റെ എല്ലാം ലൈസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ എന്റെ ബോറടി മാറ്റാനും അവനൊരു മാർഗദർശിയായിട്ട്, അപ്പം മായം ചേർക്കരുത് എന്നുള്ളതാണ് എന്റെ മാർഗനിർദ്ദേശം. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമ്മള് ഫുഡ് പോയിസൺ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് പോയിസൺ വരും. അപ്പൊ ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആർക്കും ഒരു പോയിസൺ ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ കൺസെപ്റ്റ്. അതിൽ നിന്നാണ് ഇങ്ങനെ എത്തിച്ചേർന്നത്. അപ്പം നാം കഴിക്കുന്ന ആഹാരം അങ്ങനെയാണ്. ഈ വെളിച്ചെണ്ണയും അച്ചാറും ഒക്കെ മായം ചേരാനാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. തേങ്ങയിൽ നിന്ന് വരുന്നത് വെള്ളമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇത് ആട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പിണ്ണാക്ക് അതെല്ലാം നമ്മൾ അതിന്റെ നമ്മളുടേതായ നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട രീതിയിൽ നമ്മളത് പ്രോസസ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. തേങ്ങാവെള്ളം കൊണ്ട് നമുക്ക് ലെമണേഡ്, ഇഞ്ചി ഞങ്ങൾ പഠിച്ചതാണ്. ഇഞ്ചി, പഞ്ചസാര, പിന്നെ നാരങ്ങ, നമുക്ക് എത്ര അസുഖമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കരിക്കും വെള്ളം. അപ്പൊ അതിനകത്തുനിന്ന് ഉള്ള പ്രിപ്പറേഷനാണ് ലെമണേഡ് ഉണ്ടാക്കുന്നത്. അപ്പം തേങ്ങാവെള്ളം നഷ്ടപ്പെടുത്താതെ അതിനകത്തുനിന്ന് നമുക്ക് വിനീഗർ ഉണ്ട്. നാളികേരത്തിനകത്തുനിന്ന് വെള്ളത്തിൽ നിന്ന് വിനീഗർ ഉണ്ടാക്കാം, പിന്നെ ലെമണേഡ് ഉണ്ടാക്കാം. ഇതെല്ലാം പിന്നെ ഒത്തിരി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. അത് നമ്മൾ പഠിച്ചത് ഇത് രണ്ടുമാണ്. ഇപ്പം ലെമണേഡും പിന്നെ വിനീഗറുമാണ് പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നാളികേരത്തിന്റെ ഒരു സാധനം പോലും നമുക്ക് വേസ്റ്റ് അല്ല. അതുകൊണ്ട് നമ്മള് സീറോ വേസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. വൈറ്റ് ലിസ്റ്റ് ആണ്. ഇങ്ങനെ സ്മോക്ക്ലെസ് ഒന്നുമില്ല. അപ്പൊ ചിരട്ട നമ്മൾ ഏറ്റവും വളരെ ശുദ്ധീകരിക്കാൻ വേണ്ടി പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ചിരട്ടക്കരികൾ പല കാര്യങ്ങൾക്കും, നമ്മുടെ ഇലക്ട്രിസിറ്റി, അങ്ങനെ പല കാര്യം. ചിരട്ടക്കരിക്ക് ഭയങ്കര സാധ്യതയുണ്ട്. പിണ്ണാക്ക്, കൊപ്ര പിണ്ണാക്ക് വളരെയാണ് നമുക്ക് കഴിക്കാൻ കൊള്ളാം. ഇതിപ്പോൾ കന്നുകാലിക്കും ഇതിനൊക്കെയാണ് ആൾക്കാർ കൊണ്ടുവന്ന് അതിനകത്തുനിന്ന് പ്രോഡക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അതൊന്നും പഠിച്ചില്ല. അപ്പൊ അങ്ങനെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളെല്ലാമാണ് അവിടെ സെൻട്രൽ ഗവൺമെന്റ് പഠിപ്പിക്കുന്നത്. ഒരു സാധനം നശിച്ചു പോകാതെ സീറോ വേസ്റ്റ് ആണ് അതിനകത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സീറോ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ചകിരിച്ചോറ് അങ്ങനെ എല്ലാം തേങ്ങ എന്ന് പറയുന്ന സാധനം നമ്മുടെ കൽപ്പവൃക്ഷമാണ്. അതിനൊന്നും വേസ്റ്റ് ഇല്ല. തെങ്ങ് നട്ടുപിടിപ്പിക്കണമെന്നാണ് നമ്മളെ അവിടെ നിന്ന് പഠിപ്പിച്ചു വിട്ടത്. കാരണം എന്ന് പറയുന്നത് വരും തലമുറയെ
നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു തെങ്ങെങ്കിലും നമ്മുടെ ആയുസിൽ ഒരു വ്യക്തി ഒരു തെങ്ങെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഒരു തെങ്ങിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 60 തൊട്ട് 80 വയസ്സ് വർഷം. അപ്പം നമ്മുടെ പൂർവികരാണ്. ഇടുക്കിയിൽ പൊതുവെ നമ്മള് എന്താണ് ഏലത്തിന്റെ കൃഷിക്കാരാണ്, സ്പൈസസിന്റെ ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇതേ ഉള്ളൂ. നാളികേരം നമുക്ക് വളരെ കേരവൃക്ഷത്തിന്റെ നാട്ടിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാളികേരം. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നാളികേര വികസന കോർപ്പറേഷൻ നമുക്ക് ട്രെയിനിങ് തരുന്നത്. അപ്പം അതിനകത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും മഹത്തരമാണ്. അവരാരും നമുക്ക് ഒരു മായം ചേർക്കാൻ പഠിപ്പിക്കുന്നില്ല. അതെല്ലാം നമ്മുടെ സെൽഫിഷ്നെസ് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും നേരായ വഴിയെ പോവുക, നേരായ മാർഗത്തിലൂടെ പോവുക, നല്ല രീതിയിൽ എല്ലാവർക്കും നല്ലത് വിളമ്പുക എന്നുള്ള ഒരു തീരുമാനത്തോടെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ഒരു സപ്പോർട്ടീവായിട്ട്, എൻ്റെ മോൻ്റെ കൂടെ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് മാത്രം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് എനിക്ക് പോകുന്നത്. ഒരിക്കലും ഒരു മായം ചേരാതെ തന്നെ ഈ പ്രോഡക്റ്റുകൾ എല്ലാവർക്കും വന്ന് കണ്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇവിടെ ആട്ടാൻ കൊണ്ടുവരാറുണ്ട്, ഉണക്കാൻ കൊണ്ടുവരാറുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ മേടിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ആ തേങ്ങ അവരുടെ തന്നെ സാന്നിധ്യത്തിൽ പൊട്ടിച്ച് ഇതിനകത്ത് വെച്ച് അവരുടെ തന്നെ തേങ്ങ ഞങ്ങൾ ആട്ടി കൊടുക്കപ്പെടും. അത് അപ്പം തന്നെ ലൈവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് തേങ്ങയ്ക്ക് നമുക്കൊരു 30 മണിക്കൂർ കൊണ്ട് നമുക്ക് തേങ്ങ ആട്ടാൻ പരുവമായി കിട്ടും. ഇനി നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അല്ല. ഇത് നമുക്ക് വേണ്ടി തേങ്ങ പുറത്തു പോയി അല്ലെ റെഫർ ചെയ്ത് നല്ല തേങ്ങ നോക്കി പുറത്തു പോയി റെഫർ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ ഒരു എണ്ണ ഉണ്ടാക്കി അവർ തരുന്നത്. അതായത് ഹൈജീനിക് ആയിട്ടുള്ളത്, ഒരു മായവും കലർത്താത്ത തേങ്ങ നമുക്ക്, തേങ്ങയല്ല വെളിച്ചെണ്ണ നമുക്ക് തരുന്നത് അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് അല്ലേ. ഇതിന് നല്ല ചെലവുണ്ടാവും അല്ലേ ചേച്ചി? നമ്മൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നല്ല ചെലവ് വരുന്നുണ്ട്. ഇത് നമുക്ക് 500 തേങ്ങ അണക്കാവുന്ന ഇലക്ട്രിക് ഡ്രയറാണ്. 1 ലക്ഷം രൂപയോളം വില വരുന്നതാണ് ഇലക്ട്രിക് ഡ്രയർ. അപ്പൊ നമ്മൾ ഈ കൊപ്ര ഇട്ടിട്ട് അത് ഉണക്കുന്ന മെഷീൻ എടുത്താണ് നമ്മൾ ഇലക്ട്രിക് ഡ്രയർ. അതിന്റെ പ്രവർത്തന കാര്യങ്ങളൊക്കെ നമുക്ക് ചേച്ചിന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് കേട്ടോ. ഇപ്പം മെഷീൻ ഓണാണ്, അതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്യണേ. ഓഫ് ചൂടുണ്ട്, അപ്പം നമ്മളത് ശ്രദ്ധിക്കപ്പെടണം. അപ്പോൾ 65 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് തുറക്കുമ്പോൾ നമ്മുടെ കായ് കൊള്ളും. ഇതാണ് നല്ല ടെമ്പറേച്ചർ. ഇപ്പം ഇതിനകത്ത് ഓഫ് ചെയ്യെങ്കിലും ടെമ്പറേച്ചർ നിലനിൽക്കും. അത് നമ്മൾ ഇത് 18 മണിക്കൂർ ഉണങ്ങിയ തേങ്ങയാണ്. തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് തേങ്ങ ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് നല്ല രീതിയിലുള്ള കൊപ്ര നമ്മുടെ കൊപ്ര ഇത് 15 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം നമ്മൾ ഇപ്പൊ ഇതിനകത്ത് കൊപ്ര 30 മണിക്കൂർ കൊണ്ട് റെഡി ആയി കഴിയും. അതിനുശേഷം എടുത്ത് അത് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ടറിലിടും. തേങ്ങ കൊപ്രയായത് കൊപ്ര കട്ടറിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ഡ്രയറിൽ വെച്ച് ഉണക്കി എടുക്കും. അന്നേരം തേങ്ങയ്ക്കകത്ത് കംപ്ലീറ്റ് വാട്ടർ കണ്ടന്റ് മുഴുവൻ ഫുള്ള് പോകും. എന്നാലേ മാത്രമേ നമ്മുടെ വെളിച്ചെണ്ണ ഒരുപാട് കാലം ശുദ്ധമായിട്ട് ഇരിക്കും അല്ലേ. അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് ഇതിന്റെ പ്രത്യേകത. ഹൈജീനിക് ഇതിന്റെ പ്രത്യേകത തന്നെ ഏറ്റവും നന്നായിട്ട് ഡ്രയറിന്റെ പ്രത്യേകത അതാണ്. ഇതിനകത്താട്ടുന്ന വെളിച്ചെണ്ണ പിന്നെ കനക്കത്തില്ല. നമ്മള് കട്ട് ചെയ്ത കൊപ്ര വരും. അപ്പൊ അല്ല നമ്മൾ എത്ര സമയം കൊണ്ടാണ് നമ്മള് കൊപ്ര കട്ട് ചെയ്തേ. അപ്പൊ ഇത് മിക്ക ആയതുകൊണ്ട് വിത്തിൻ സെക്കൻഡിൽ നമുക്ക് കൊപ്ര കാട്ടി വന്നു. ഇനി ഈ കൊപ്രയാണ് നമ്മൾ കട്ടറിൽ നിന്ന് എടുത്ത് എടുത്തോണ്ട് വന്ന് കളക്ട് ചെയ്ത് ഇതിലേക്ക് ആട്ടി കഴിയുമ്പോൾ അപ്പം തന്നെ വിത്തിൻ ഇത് സ്റ്റാർട്ടപ്പ് ആയി വിത്തിൻ 1 മിനിറ്റ് നമുക്ക് വെളിച്ചെണ്ണ വരും. അപ്പൊ ഇത് നമുക്ക് കൊപ്ര ആട്ടുന്നു. ഇത് ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി വേയിൽ ഹാൻഡിൽ ചെയ്യാം. അതായത് സ്ത്രീ ജീവനക്കാരാണ് എനിക്കുള്ള സ്റ്റാഫ്. അപ്പോൾ അപകടങ്ങളൊക്കെ കുറവാണ്. ഉള്ള മെഷീനകത്ത് ചക്കിനകത്തൊക്കെ കൈ പോകുമല്ലോ. അപ്പോൾ അതിനകത്ത് വളരെ സിമ്പിൾ വേയിലാണ് ഇതിന്റെ സിസ്റ്റം നമ്മൾ ഇത് വെറ്റ്നാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈജീനിക് വേയാണ്. ഇതെല്ലാം നമുക്ക് വാഷബിളാണ്. എല്ലാം നമ്മൾ വാഷ് ഓരോ പ്രസ്ഥാനം കഴിയുമ്പോൾ ആട്ടി കഴിഞ്ഞോ എല്ലാം നമ്മൾ ശുദ്ധിയായിട്ട് വാഷ് ചെയ്ത് ശരിച്ച് നമ്മൾ കൊണ്ടുവച്ചാൽ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണയല്ല ഏറ്റവും കൂടുതൽ പെട്ടെന്ന്. അതിന്റെ കാരണം നമ്മുടെ ഇടുക്കിയിലെ തണുപ്പും കൂടുതലായതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഓരോ ഇതും കഴിയുമ്പോൾ നമ്മൾ ഇത് വാഷ് ചെയ്യും. അപ്പൊ ഇത് നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി വരും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണ ഫിൽട്ടർ ചെയ്ത് വരുന്നുണ്ട്. കാരണം ഈ എണ്ണ ചക്കിലാട്ടി വരുമ്പോഴത്തേനും അതിന് മട്ടുണ്ടാവും. മട്ട് ഒക്കെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയ്ക്ക് ആ ഒരു കളറ് കിട്ടില്ല, നല്ലൊരു എഫക്റ്റ് കിട്ടില്ല എണ്ണ.
അപ്പം അത് നല്ല രീതിയിൽ അടിച്ച്, അതായത് നമ്മുടെ ആ ഒരു കിട്ടുന്ന തരികളെല്ലാം ഇതിനടിയിൽ അടിഞ്ഞ് കിടന്ന് ഫിൽട്ടർ ചെയ്ത് അരിച്ച് നമ്മൾ ഇത് കുപ്പിയിലേക്കാക്കിയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ എണ്ണ ദാ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ ഉടനെ നമ്മളിപ്പോൾ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്. നോക്കിക്കേ, നിങ്ങൾ തന്നെ നോക്കി, എന്ത് മനോഹരമാണല്ലേ. ഇങ്ങനെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കാണാൻ പറ്റുന്നത് ഞാൻ വലിയ സന്തോഷത്തിലാണ് ഇതിങ്ങനെ കയ്യിൽ കിട്ടിയത്. ഇത് നമ്മളിപ്പം ഇടുക്കി ജില്ല ആയതുകൊണ്ട് തന്നെ ഉറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നല്ല വെളുത്ത പ്യൂർ, എന്താ പറയണ്ടേ, ഒരു മേഘക്കട്ട പോലെയൊക്കെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് 2-3 ഗുണപാഠങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, പിന്നെ നല്ലൊരു ഹൈജീനിക് ആയിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ വീഡിയോസിനകത്ത് ഒരിക്കലും ഒരു മനുഷ്യരുടെ കൈ അതിലൊന്നും ടച്ച് ചെയ്യുന്നില്ല, എല്ലാം മിഷീനിലൂടെ തന്നെയാണ് വരുന്നത്. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ടീച്ചറെ. ഹെൽത്ത്, നമ്മുടെ ഹെൽത്തിൻ്റെ ഏറ്റവും മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് വെളിച്ചെണ്ണ. അതെല്ലാവരും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊപ്ര കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സ്പോട്ടിൽ തന്നെ എല്ലാം നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്ത് നമുക്ക് വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക് AV പ്രോഡക്റ്റിന്, അല്ലേ? ഉണ്ട്. അങ്ങനെ ഒരു ഇത് നമുക്ക് ഈ AV പ്രോഡക്റ്റിനുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ AV പ്രോഡക്റ്റ് ആവശ്യമെങ്കിൽ നമ്മൾ താഴെ കാണിച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ എല്ലാവരും ബന്ധപ്പെടുക. പിന്നെ ഇത് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യും, അല്ലേ ചേച്ചി? ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യും. നമ്മുടെ കൊറിയർ ചെയ്യുന്നതിൻ്റെ ഫീസിൻ്റെ മാത്രമേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് എല്ലാവരും ഇത് വാങ്ങിക്കുക. നമ്മുടെ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ AV പ്രോഡക്റ്റ് ഒരു രീതിയിലുമുള്ള മായം കലർന്ന ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ ഓൾ പ്രോസസ്സ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് വേണ്ട, നമ്മുടെ AV പ്രോഡക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. ഈ ഓണം നമുക്ക് AV പ്രോഡക്റ്റുമായിട്ട് ആഘോഷിക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.